വാഗണർ ഓൾഡ് മോഡലാണ്. നമുക്കിതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ വാൽവ് കവറിൻ്റെ അവിടെ നിന്ന് ലീക്കാവും. ഈ കാണുന്നതല്ല, അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ വാൽവ് കവർ അഴിച്ചിട്ട് അതിൻ്റെ പാക്കിങ് മാറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വാൽവ് കവർ അഴിക്കാൻ വേണ്ടിയിട്ട് കോയിൽ അഴിച്ചു മാറ്റണം, അതുപോലെ എയർ ഫിൽറ്റർ അഴിച്ചു മാറ്റണം. പിന്നെ ഈ ഓസ്, എയർ ഫിൽറ്റർ അഴിക്കുമ്പോൾ ഈ ഓസ് ഊരി മാറ്റണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വാൽവ് കവറിന് ചുറ്റു ബോൾട്ടുകളുണ്ട്, 10ൻ്റെ ചുറ്റു ബോൾട്ടുകൾ അഴിക്കണം. നമുക്കാദ്യം കോയിൽ അഴിച്ചു മാറ്റാം, എയർ ഫിൽറ്റർ അഴിച്ചു മാറ്റാം. അപ്പോൾ നമ്മൾ കോയിൽ അഴിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കോയിലിൻ്റെ ഒരു സോക്കറ്റ്, അതുപോലെ തന്നെ അടുത്ത സോക്കറ്റ്, പിന്നെ എയർ ഫിൽറ്ററിന് വരുന്ന സോക്കറ്റ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഈ എയറിൻ്റെ കണക്ഷൻ കൂടി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റു ബോൾട്ടുകൾ 1, 2, 3, 4, 5, 6 ബോൾട്ടുകൾ നമുക്ക് അയച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വാൽവ് കവർ പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ സൈഡിൽ നല്ല ലീക്കേജാണ്, അത് വാൽവ് കവർ പോയിട്ട് നല്ല ലീക്കേജാണ് സൈഡിൽ ഫുള്ളായിട്ട്. ഓയിൽ നല്ലപോലെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഓക്കെ, ലൂസി. ബോൾട്ടുകളെല്ലാം നമ്മളിപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ ബോൾട്ടുകളും നമ്മൾ അഴിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് അഴിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പ്ലാസ്റ്റിക് ഹാമർ കൊണ്ട് ജസ്റ്റ് ഒന്ന് മുട്ടി ഇളക്കിയെടുക്കുമ്പോൾ ഒരു ശകലം ഓറിങ്ങിൻ്റെ ടൈറ്റിന്, ഈ ഓറിങ്ങിൻ്റെ ടൈറ്റിലാണ് ചെറിയൊരു ടൈറ്റ് കാണും ഊരി എടുക്കാനായിട്ട്. ഇപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്. ഇതുവഴിയാണ് ഗ്യാസ്കറ്റ് പോയിട്ട് ഇതുവഴിയാണ് ആ ഓയിൽ പാസേജ് ആയിക്കൊണ്ടിരുന്നത്. ഈ സൈഡിൽ കൂടെയാണ് ഓയിൽ പാസേജ് ആയത്, വെളിയിലോട്ട് വന്നുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ വാൽവ് കവർ പാക്ക് മാറ്റണം. അതിനായിട്ട് ഈ സൈഡ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വാൽവ് കവർ പാക്കിങ്. ഇത് കണ്ടാലറിയാം, കാലപ്പഴക്കം കൊണ്ട് വന്ന ഇതാണ്. അതായത് നല്ലപോലെ പാക്കിങ് നല്ലപോലെ ഒതുങ്ങിപ്പോയി. അങ്ങനെയാണ് ഓയിൽ ലീക്കാവാൻ കാരണം. അതുപോലെ നല്ല ഹാർഡായിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് നമുക്കിനി ഇത് ഫിറ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ വാൽവ് കവർ പാക്കിങ്. നമുക്കതിൽ സെറ്റ് ചെയ്ത് വെക്കാം.
ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കാനുള്ളതേ ഉള്ളൂ. ഇനി നമുക്കത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. നമ്മളിതിൻ്റെ എഡ്ജിൽ വന്ന ഓയിലുകൾ അങ്ങനെ അഴുക്ക് പിടിച്ചിരുന്ന എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ജസ്റ്റ് ഫിറ്റ് ചെയ്യണം. വാൽവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബോൾട്ടുകളൊക്കെ ടൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോൾട്ടുകൾ ഓവർ ടൈറ്റ് ചെയ്യരുത്. 10ൻ്റെ ലെവലിനുള്ള ടൈറ്റ് ചെയ്യാവൂ. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് തന്നെയല്ല, റബ്ബർ ബൾജായിട്ട് പിന്നിൽ ഓവർ ലീക്കായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബോൾട്ടുകൾ എപ്പോഴും ലെവൽ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമുക്കതിൻ്റെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കോയിലുകൾ പിടിപ്പിക്കണം, എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, വാൽവ് പാക്കിംഗ് മാറിയിട്ട് കോയിൽ, എയർ ഫിൽറ്ററുകൾ, അതിൻ്റെ കണക്ഷൻസുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വാഗണർ പഴയ മോഡൽ 4 സിലിണ്ടർ എഞ്ചിൻ്റെ വന്നിട്ട് വാൽവ് പാക്കിങ് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ വീഡിയോയിലോട്ട് ഇപ്പോൾ കണ്ടത്. ഓക്കെ, താങ്ക് യു.